എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഈ വിശുദ്ധ റമദാൻ അതിന്റെ പകുതിയിലേക്ക് അടുത്തു നിൽക്കുമ്പോ ഇനി അവസാനത്തെ പകുതി മുഴുവനായ നമ്മൾ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് ഉറപ്പു പറയാൻ നമ്മെ കൊണ്ട് കഴിയൂല. ഇനി അവശേഷിക്കുന്ന ദിനരാത്രങ്ങൾ മുഴുവനും അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി, അല്ലാഹുവിന്റെ ഇബാദത്തിലായി നമ്മൾ കൂടണേ. നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു കുഴപ്പങ്ങളും ഉണ്ടാകാൻ പാടില്ല. കഴിഞ്ഞുപോയ കാലയളവിൽ അയൽവാസിയുമായി നീ മിണ്ടാതിരുന്നുവെങ്കിൽ, നിന്റെ സ്വന്തം ഉമ്മയുമായി നീ മിണ്ടാതിരുന്നുവെങ്കിൽ, നിന്റെ വാപ്പയുമായി നീ മിണ്ടാതിരുന്നുവെങ്കിൽ, നിന്റെ കൂട്ടുകാരുമായി നീ മിണ്ടാതിരുന്നുവെങ്കിൽ അവരോട് മിണ്ടാൻ നീ തുടങ്ങണം. സ്വന്തം ഉമ്മമാരോട് മിണ്ടാതെ എന്ത് ഇബാദത്ത് ചെയ്തിട്ട് എന്തു കാര്യമാണ് പ്രിയമുള്ളവരെ? ഉമ്മമാരുടെ സമ്മതമില്ലാതെ, ഉമ്മമാരുടെ തൃപ്തിയില്ലാതെ, വാപ്പമാരുടെ പൊരുത്തമില്ലാതെ നീ എത്ര ഇബാദത്ത് ചെയ്തിട്ടും കാര്യമില്ല. അതുകൊണ്ട് അവശേഷിക്കുന്ന ഈ തുച്ഛമായ ദിനരാത്രങ്ങളിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, എല്ലാ അഹന്തയും മാറ്റിവെച്ചുകൊണ്ട്, എല്ലാ അഹങ്കാരവും മാറ്റിവെച്ചുകൊണ്ട് പൊരുത്തം ചോദിക്കേണ്ടവരോടൊക്കെ പൊരുത്തം ചോദിച്ചിട്ട് ധാരാളം നന്മകൾ ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. ധാരാളം ഹൈറാത്തുകൾ ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. വിശുദ്ധ ഖുർആൻ, ആ വിശുദ്ധ ഖുർആനിന് നമ്മുടെ നെഞ്ചോട് ചേർത്തു പിടിക്കുക. ധാരാളം ഖത്മുകൾ തീർക്കുക. ധാരാളം ദിക്റുകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക. ഈ വിശുദ്ധ റമദാൻ കഴിയുമ്പോഴേക്ക് നല്ല ഒരു മനുഷ്യനായി നമ്മൾ മാറണം. ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിലേക്ക് ഒരു തിന്മയിലേക്ക് നമ്മൾ പോകാതെ ധാരാളം ഖൈറുകൾ ചെയ്തുകൊണ്ട് ഈ റമദാനിൽ നേടിയെടുത്ത ആത്മീയ ശുദ്ധി അത് നഷ്ടം വരുത്താതെ, അതിനൊരു കളങ്കവും വരുത്താതെ നല്ല രൂപത്തിൽ അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട്, നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് നന്മകൾ പറഞ്ഞുകൊണ്ട്, അവരെ നല്ല വഴിയിലേക്ക് സഞ്ചരിപ്പിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ നമ്മൾ ജീവിക്കുക. അല്ലാഹു അതിന് തൗഫീഖ് തരട്ടെ. അല്ലാഹു അതിന് ഭാഗ്യം തരട്ടെ.